ഹായ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റാണ് കേട്ടോ. അരിയുണ്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് പച്ചരി കഴുകി വൃത്തിയാക്കിയതിനു ശേഷം വെള്ളം വാലാൻ വെച്ചിരുന്നു. അപ്പോൾ അതിന് വെള്ളമെല്ലാം നന്നായിട്ട് വാർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ചെറിയൊരു കളറ് മാറി വന്നാൽ മതി. ഫ്ലെയിം കൂട്ടിയും കുറച്ചും വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. പിന്നെ ഇതിലേക്ക് കടലപ്പരിപ്പ്, ചെറുപയർ, തുവരപ്പരിപ്പ് കൂടി കഴുകി വെള്ളം വാലാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എല്ലാം ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് അരിക്ക് ഒരു പിടി തുവരപ്പരിപ്പും കടലപ്പരിപ്പും ചെറുപയറുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കടലപ്പരിപ്പും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഞാൻ എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. ഓരോന്നിനും ഓരോ മൂപ്പാണല്ലോ, അതുകൊണ്ട് വേറെ വേറെ ആയിട്ടാണ് വറുത്തെടുക്കുന്നത്. കടലപ്പരിപ്പും പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതും വറുത്ത് വെച്ചിരിക്കുന്ന അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറുപയറും വറുത്തെടുക്കാം. ചെറുപയറും പാകത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ തുവരപ്പരിപ്പും കൂടി വറുത്തെടുക്കാം. ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ കാണാം. അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. തുവരപ്പരിപ്പും പാകമായിട്ടുണ്ട്. ഇത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കും. ഒരു മുറി നാളികേരം ചിരകി വെച്ചതാണ്. അതും കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. പാകമായിട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. തരിയില്ലാതെ പൊടിച്ചെടുക്കണം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ എള്ളാണ്. ഒന്ന് മൂപ്പിച്ചെടുക്കാം. എള്ളം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്നതിലേക്ക് ചേർക്കും. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഉരുക്കിയെടുക്കാം. ഞാനിപ്പോൾ 2 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയെല്ലാം ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. എള്ളും മൂപ്പിച്ചെടുത്ത അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരിയും എല്ലാം പൊടിച്ച് വെച്ചില്ലേ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ അത് പാകമായിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇത് മതി. ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആ ചൂടിൽ തന്നെ ഉരുട്ടിയെടുക്കണം. പറ്റ ചൂടാറ് നിൽക്കരുത്. അതിൻ്റെ മുന്നേ തന്നെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ വേറെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ചെറിയ ചൂടുണ്ട് കേട്ടോ. ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. ഞാനിതാ ഈ ഒരു വലിപ്പത്തിലാണ് ഇപ്പോൾ ഉരുട്ടിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഹെൽത്തി ആയിട്ടുള്ള അരിയുണ്ടായി വീട്ടിൽ തന്നെ ഇതുപോലെ തയ്യാറാക്കാം. ട്രൈ ചെയ്യുമല്ലോ അല്ലേ? വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്